പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന ജയിലിലായിരിക്കുകയാണ്. ജയിലിൽ കിടത്താതെ പുറത്തിറക്കാൻ ശ്രമിച്ചിട്ടൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ നവീൻ ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഒരു ദിവസം നിങ്ങൾ സങ്കടം സഹിച്ചാൽ മതി, നാളത്തെ കോടതിയിൽ എത്തിയാലുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം, ഒന്നുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, എന്നാലും എൻ്റെ നയനയെ ഒരു ദിവസം പോലും ഇങ്ങനെ ലോക്കപ്പിലിടാൻ എനിക്ക് പറ്റത്തില്ലടാ, അവൾ അത്രയ്ക്കും നല്ല കുട്ടിയാണ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആദർശൻ നവീനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാൻ ആദർശേട്ടാ, പിന്നെ സാഹചര്യം അങ്ങനെ ആയിപ്പോയില്ലേ, പിന്നെ ആ ഓഫീസറാണെങ്കിൽ ഒരു നടക്കും അടുക്കുന്നില്ല, ശത്രുക്കളുടെ കൂടെ നിൽക്കുന്ന ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ നവീൻ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നവീന് ഒരു ഫോൺ കോൾ വരികയാണ്. അത് മറ്റാരുടേതുമല്ലായിരുന്നു, നവ്യയുടേതായിരുന്നു. നവ്യ ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞ സമയത്താണ് നവീനെ വിളിക്കുന്നത്. എന്നിട്ട് എൻ്റെ അനിയത്തിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം നവീനേട്ടൻ, ഞാൻ അത് പറയാനാണ് വിളിച്ചത് നവീൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നവ്യ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നെയും കൂടെ ചില ഹെൽപ്പൊക്കെ നീ ചെയ്യണം, ആദ്യം നയനയെ ഇറക്കണം, നയന ഇതിൽ നിരപരാധിയാണ്, ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് വേറെ ചില ആളുകളാണ്, അതെന്തായാലും അവർ കണ്ടെത്തട്ടെ, ഏതായാലും ഇതിൻ്റെ ചില തെളിവുകളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ നവ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്വർണം വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ജ്വല്ലറിക്ക് ചെറിയ ബന്ധം ഉണ്ട് എന്നുള്ളതും അതിൽ അബിക്കും ചെറിയ പങ്കുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ നവീന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജ്വല്ലറിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും കോടതിയിൽ നവീൻ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഇവരെ ട്രാപ്പിലാക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു ഇതെന്നും ജ്വല്ലറിക്കാരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതും ഒക്കെ കോടതിയിൽ നമ്മുടെ നവീൻ വാദിച്ചിട്ട് ജയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയനെ പുറത്തിറക്കിയ സമയത്ത് നവീൻ പറയുന്നുണ്ട്, ഇതിൽ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. ആ ഫോൺ കോളിൽ സ്ത്രീ പറഞ്ഞതനുസരിച്ചിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്തത് കൊണ്ടാണ് എനിക്കിന്ന് നയനെ രക്ഷിക്കാൻ സാധിച്ചത്. എന്തായാലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ അവർക്ക് എന്നെ സഹായിക്കാൻ തോന്നിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന ചോദിക്കുന്നുണ്ടായിരുന്നു, അതാരാണ് നവീൻ, അതാരാണ് ഞങ്ങളെ രക്ഷിക്കാൻ തോന്നിയ ആ വലിയ മനസ്സിൻ്റെ ഉടമ ആരാണ് എന്നൊക്കെ പറയുമ്പം അല്പസമയം കാത്തു നിന്നാൽ ആ വ്യക്തി ഇങ്ങോട്ട് എത്തും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടെ അവർ ആരാണ് എന്നറിയാൻ വേണ്ടി നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നവ്യ കാറിൽ അവിടെ വന്ന് ഇറങ്ങുന്നത്. നവ്യയെ കണ്ടാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നവീൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ വ്യക്തി എത്തി, മറ്റാരുമല്ല, നിൻ്റെ ചേച്ചി തന്നെയായിരുന്നു നിന്നെ രക്ഷിക്കാനുള്ള വഴികൾ പറഞ്ഞു തന്നത്. അപ്പോൾ ആ ഒരു സുന്ദര മുഹൂർത്തം അവിടെ നടക്കുകയാണ്. രക്തത്തെ തിരിച്ചറിയുകയും രക്തത്തെ അംഗീകരിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും അടുക്കുകയും രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സുന്ദര നിമിഷമാണ് നവ്യയുടെയും നയനയുടെയും അവിടെ നടക്കുന്നത്. ഇത് കണ്ടിട്ട് ആദർശിന് തന്നെ ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. കാരണം ഇതുവരെ ശത്രുക്കളെ പോലെ നിന്നിരുന്ന ഇവൾ എങ്ങനെ ഇത് സഹായിക്കാൻ മനസ്സ് വന്നു, എന്താണിപ്പോൾ സത്യങ്ങളെല്ലാം ഇവൾ അറിഞ്ഞു കഴിഞ്ഞോ, എന്താണിപ്പോൾ ഇതിനിടയിൽ നടന്നത്, എന്തോ കാര്യമായിട്ടുള്ള ഒരു മിറാക്കിൾ തന്നെ നടന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ ആദർശ് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ സംഭവിച്ചൊരു കാര്യം എന്തെന്ന് വെച്ചാൽ മുത്തശ്ശൻ എല്ലാ കാര്യവും നവ്യയോട് തുറന്നു പറയുകയും ആ ഒരു മൂടിവെച്ച രഹസ്യത്തെ പരസ്യമാക്കുകയും അതുവഴി അത് മുഖേനയാണ് നമ്മുടെ നവ്യ നയനയെ രക്ഷിക്കാനായിട്ട് ഒരുങ്ങിയതും ഈ ഒരു വലിയ പ്രശ്നത്തെ നേരിട്ട് അവർ ജയിച്ച് പുറത്തിറങ്ങിയതും.